ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC വഴി അല്ലാതെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി നേടാൻ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മിനിമം 10ാം ക്ലാസ്സാണ് അടിസ്ഥാന യോഗ്യത. കൂടാതെ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട പ്രായപരിധി, അതുപോലെ ഏതൊക്കെ തസ്തികകളിലേക്കാണ് നിയമനം നടത്തുന്നത്, കൂടാതെ ഈ ഒരു ജോലിക്ക് ലഭിക്കുന്ന ശമ്പളം എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനു മുൻപായിട്ട് ഈ ഒരു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം കാണുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. ടൂറിസം വകുപ്പിന് കീഴിലുള്ള തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൗസിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, അസിസ്റ്റന്റ് കുക്ക് എന്നീ തസ്തികകളിലേക്കാണ് നിയമനം നടത്തുന്നത്. കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുക. ഇതിലേക്ക് സെപ്റ്റംബർ 9 വരെ അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യതകൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. കൂടാതെ കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളവരായിരിക്കണം. അല്ലെങ്കിൽ ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് അക്കോമഡേഷൻ പാസ്സായവരായിരിക്കണം. അല്ലെങ്കിൽ കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും ഹോട്ടൽ ഓപ്പറേഷനിൽ ഡിപ്ലോമയോ PG ഡിപ്ലോമയോ ഉള്ളവരായിരിക്കണം. കൂടാതെ 2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിനു മുകളിലുള്ളതോ ആയ ഹോട്ടലുകളിൽ ഹൗസ് കീപ്പിംഗിൽ 6 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉള്ളവരായിരിക്കണം. അടുത്തത് അസിസ്റ്റന്റ് കുക്ക്. ഇതിലേക്ക് അപേക്ഷകൾ അയക്കാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 10ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം. കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 1 വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളവരായിരിക്കണം. കൂടാതെ 2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിനു മുകളിലുള്ളതോ ആയ ഹോട്ടലുകളിൽ കുക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് കുക്കായി കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവരായിരിക്കണം. ഇതിലേക്ക് അപേക്ഷകൾ അയക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തെ കാലയളവിലേക്കാണ് നിയമനം നടക്കുക. ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ എഴുത്തു പരീക്ഷ അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്ന ജീവനക്കാർക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ അതാത് സമയത്തെ സർക്കാർ ഉത്തരവ് പ്രകാരമാണ് വേതനം നൽകുക. നിലവിൽ പ്രതിദിന വേതനം 675 രൂപയാണ്. ഇനി നമുക്കിതിലേക്ക് അപേക്ഷകൾ അയക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. www.kerala-tourism.org എന്ന വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് തപാൽ വഴി അപേക്ഷകൾ അയക്കാൻ കഴിയുന്നതാണ്. അപേക്ഷകൾ അയക്കേണ്ട മേൽവിലാസം: ദ റീജിയണൽ ജോയിന്റ് ഡയറക്ടർ, ഓഫീസ് ഓഫ് ദ റീജിയണൽ ജോയിന്റ് ഡയറക്ടർ, ഫസ്റ്റ് ഫ്ലോർ, ബോട്ട് ജെട്ടി കോംപ്ലക്സ്, എറണാകുളം 682011. ഈ ഒരു അഡ്രസ്സിലേക്കാണ് അപേക്ഷകൾ അയക്കേണ്ടത്. കൂടാതെ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന രേഖകളുടെ കോപ്പികളും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ജോലി ആഗ്രഹിക്കുന്ന യോഗ്യതയുള്ള മുഴുവൻ ആളുകളും സെപ്റ്റംബർ 9 മുൻപായിട്ട് ഇതിലേക്ക് അപേക്ഷകൾ അയക്കുക. ഈ ഒരു വീഡിയോ മുഴുവൻ ആളുകൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.